ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു RGB ലൈറ്റും കാര്യങ്ങളൊക്കെയുള്ള ഒരു മൗസാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇത് ഏകദേശമായിട്ട് ഞാൻ 8 മാസമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നു. അതിൻ്റെ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യാം. ഇങ്ങനൊരു ബോക്സിലാണ് ഇത് വരുന്നത്. ഇതും ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഒരു ടൈപ്പ് സി ചാർജിങ് കേബിൾ ഇതിൻ്റെ കൂടെ ഉണ്ട്. ഇതിൽ നോർമൽ മൗസ് പോലെ തന്നെ വയർലെസ് മൗസാണ് ഇത്. ലെഫ്റ്റ് റൈറ്റ് ബട്ടൺസ് ഉണ്ട്. പിന്നെ അതുപോലെ കുറച്ച് ഡെഡിക്കേറ്റഡ് സ്വിച്ചും ബട്ടൺസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എന്തിനൊക്കെ എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓവറോൾ ലുക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതാണ് ഇതിൻ്റെ പവർ ഓൺ ഓഫ് ബട്ടൺ വരുന്നത്. ഈ മൗസ് നമുക്ക് ഓൺ ആക്കാനും ഓഫ് ആക്കാനും ഈ ബട്ടണാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഈ ബട്ടൺ കണക്റ്റിവിറ്റി മോഡ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മൊത്തത്തിൽ 3 രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാം. ഒന്ന് റിസീവർ ത്രൂ, അതുപോലെ തന്നെ 2 ബ്ലൂടൂത്ത് വഴി നമുക്കിത് കണക്ട് ചെയ്യാവുന്നതാണ്. ഇതാണ് റിസീവർ വരുന്നത്. അതുപോലെ ഇത് നമ്മുടെ ബാറ്ററി പെർസെൻറ്റേജ് നമ്മുടെ മൗസിൽ എത്ര ചാർജ് ഉണ്ടെന്ന് അറിയുന്നത് ഇത് നോക്കിയിട്ടാണ്. അതുപോലെ തന്നെ സിസ്റ്റത്തിൽ നമുക്ക് കാണാൻ കഴിയും. കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലൂടൂത്ത് ത്രൂ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ കഴിയും. ഫസ്റ്റ് ഉള്ളത് റിസീവർ ത്രൂ, പിന്നെ ഉള്ളത് 2 ബ്ലൂടൂത്താണ്. അറ്റ് എ ടൈം നമുക്ക് 2 ഡിവൈസ് വരെ കണക്ട് ചെയ്യാം. അത് ഓരോന്നിൽ ഓരോ ഡിവൈസ് കണക്ട് ചെയ്യുക എന്നുള്ള രീതിയിലാണ്. പിന്നെ അതുപോലെ തന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ബട്ടൺസ് ഉണ്ട്. പിന്നെ നമ്മളെ ചാർജിങ് പോർട്ട് വരുന്നത് ടൈപ്പ് സി ആണ്. ടൈപ്പ് സി കേബിൾ യൂസ് ചെയ്ത് നമുക്ക് ചാർജ് ചെയ്യാം. പിന്നെ നമ്മുടെ ലെഫ്റ്റ് റൈറ്റ് ബട്ടൺസ്, പിന്നെ അതുപോലെ ഹോം സ്ക്രീൻ അമർത്താനുള്ളൊരു ബട്ടൺ ഉണ്ട് സിസ്റ്റത്തിലൊക്കെ. അതുപോലെ തന്നെ DPI, നമ്മളെ ട്രാക്ക് പാഡിൻ്റെ സ്പീഡ് സെൻസിറ്റിവിറ്റി നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയും അത് യൂസ് ചെയ്തിട്ട്. പിന്നെ അതുപോലെ തന്നെ 2 പാഡിങ് കൊടുത്തിട്ടുണ്ട് ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഇത് ഓപ്പൺ ചെയ്യുന്ന ഒരു രീതി വരുന്നത്. മാഗ്നറ്റ് ത്രൂ ആണിത് അതിലിരിക്കുന്നത്. അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള മാഗ്നറ്റിനെയാണ്. ഒരു 3 സ്ഥലം അതിൻ്റെ ബലത്തിലാണ് അതിരിക്കുന്നത്. വീണ് കഴിഞ്ഞാലും പെട്ടെന്ന് അങ്ങനെ ഊരി പോയിരുന്ന രീതിയിലൊന്നുമല്ല. ഇതാണ് ഇതിൻ്റെ റിസീവർ. ഈ റിസീവർ കണക്ട് ചെയ്തിട്ടാണ് ഫസ്റ്റ് ഓപ്ഷനിൽ നമ്മൾ കണക്ട് ചെയ്യുക. സിസ്റ്റത്തിലോ നമുക്ക് വേണ്ട മൊബൈലിലാണെങ്കിൽ OTG യൂസ് ചെയ്ത് കണക്ട് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ബ്ലൂടൂത്ത് ത്രൂവും യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇത്ര കാലം യൂസ് ചെയ്തിട്ടും ഇതിൻ്റെ ബട്ടൺസിനും കാര്യങ്ങൾക്കൊന്നും വേറെ ഇഷ്യൂവും കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇങ്ങനെ അമർന്നു പോകുന്നൊരു ഇഷ്യൂ വരുമെന്ന് എനിക്ക് പേടിയുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോഴും നല്ല രീതിയിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇതിൽ RGB ലൈറ്റ് വരുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്താണ് RGB ലൈറ്റ് വരുന്നത്. അത് നമ്മളിങ്ങനെ മൂവ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ലൈറ്റ് വരില്ല. നമ്മളിപ്പോൾ സ്റ്റാൻഡ് ബൈ ആയിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഇപ്പോൾ കണക്ട് ചെയ്യാത്തതുകൊണ്ടാണ് വരാത്തത്. കണക്ട് ചെയ്ത് നമ്മൾ സിസ്റ്റത്തിൽ ഇതിലും കണക്ട് ചെയ്തിട്ട് നമ്മൾ മൂവ്മെൻറ്റ് ഇല്ലാതെ വെച്ച് കഴിഞ്ഞാൽ ആ ആർട്ടി ഫോഴ്സിന് ഇതിൽ ആ ഭാഗം ഇങ്ങനെ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നതായിരിക്കും RGB ലൈറ്റിൽ. അങ്ങനെ അതൊക്കെയാണ് ഇതിൻ്റെ ഓവറോൾ ഡീറ്റെയിൽസ് വരുന്നത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 1600 ആ റേഞ്ചിലാണ്.